ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഗൈസ്, ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ വേണം. പിന്നെ നമ്മൾ ലക്ഷങ്ങൾ വിലയുള്ളൊരു വണ്ടി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏത് വണ്ടിയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവാണ്. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ലക്ഷങ്ങൾ വിലയുള്ള വണ്ടി ഇതാണ് ഗൈസ്. കണ്ടോ, നമ്മുടെ മാരുതി 800 ആണ്. 2003 മോഡലാണ് ഈ ഒരു വണ്ടി. അടുത്തോട്ട് സൂം ചെയ്താണ്. അപ്പോൾ KL16A6600 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം. ഡോർ തുറക്കുമ്പോൾ ചെറിയ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇച്ചിരി ഓൾഡ് മോഡലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നത്. അടച്ചു നോക്കാം. എനിക്ക് തന്നെ വലുതായിട്ട് വണ്ടി ഓടി അലഞ്ഞ വണ്ടിയൊന്നുമല്ല. 3ാമത്തെ ഓണറാണ് ഇപ്പോൾ നമ്മൾ. ഗൈസ്, ഈ ഒരു വണ്ടിക്ക് ഒരു കളർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏത് കളറാണ് നല്ലതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു പേരിടണം. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ ഒരു വണ്ടിയുടെ അകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഡോറിൽ നിന്ന് തന്നെ തുടങ്ങാം. കണ്ടോ, ഗ്ലാസ്സൊക്കെ പണ്ട് ഇപ്പോഴത്തെ കാലത്തല്ലേ മറ്റേ സ്വിച്ചും കാര്യങ്ങളൊക്കെ. പണ്ടാണെങ്കിൽ ഇങ്ങനെ തിരിക്കുകയാണ് നമ്മൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ തുറക്കേണ്ടത്, വിൻഡോ. ഓക്കെ, അതിനുശേഷം നമ്മൾ അകത്തേക്ക് വന്നാൽ നല്ല കിടിലൻ സ്റ്റീറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാരുതി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഹോണൊക്കെ അടിക്കാം. പിന്നെ നമുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഫ്യൂള് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് AC ഉണ്ട് ഈ ഒരു വണ്ടിയിൽ. അത്യാവശ്യം കണ്ടീഷനൊക്കെയാണ് ACയും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഡാഷ് ബോർഡ് ഇവിടെ ഉണ്ട്. കണ്ടോ, അതൊക്കെ ഇളകി വരുന്നു ഗൈസ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ബുക്കും പേപ്പറൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഈ കാണുന്നൊരു കണ്ടീഷനാണ് ഫ്രണ്ടിലാകമൊക്കെ. ഒരു കുഞ്ഞൻ വണ്ടി ഗൈസ്. ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് ഇതൊരു കളിപ്പാട്ട് ഓടിക്കുന്ന ഒരു ഫീലായും കിട്ടുക. നമുക്ക് ബാക്ക് സീറ്റിൽ തുറന്നു നോക്കിയാൽ തന്നെ ലോക്കാണ്. കണ്ടാ, ബാക്ക് ഡോർ തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് പോകാൻ പറ്റുന്നൊരു വണ്ടിയൊക്കെ തന്നെ കേട്ടോ. ഒരു പാവപ്പെട്ട ഒരു ഫാമിലി എന്ന് വെച്ചാൽ കുറഞ്ഞ ബഡ്ജറ്റിലൊരു വണ്ടി എടുത്ത് വണ്ടിയിൽ കാറിൽ തന്നെ പോകണമെന്നുള്ളവർക്ക് ഒരു 5 പേരുള്ള ഒരു ചെറിയ ഫാമിലിക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. വളരെ വില കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല. അതെന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുക. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ എത്രയാണ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നല്ല പൊടിയും സീസണല്ലേ, അപ്പം തന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഡിക്കി തുറന്ന് നമ്മളെ കയ്യിൽ പണ്ടുണ്ടായിരുന്നൊരു 3500 വാൾട്ടിൻ്റെ ഒരു JBL ഉണ്ട്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഉള്ളത്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഉള്ളത്. ഓക്കെ, പിന്നെ ഈ സൈഡിൽ വരെയാണെങ്കിൽ നമുക്ക് ഈ പെട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അടിക്കുന്നത്. ഒരു 18-17 മൈലേജൊക്കെയാണ് അവർ പറയുന്നത്. അത്രയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നല്ല കണ്ടീഷൻ ടയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ അകത്ത് ഈ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ്. അധികം ഓടി അലഞ്ഞ വണ്ടിയൊന്നും അല്ല ഗൈസ്. ഏതോ ഒരു നല്ല ഫാമിലിയിൽ ഇരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ നശിപ്പിച്ചിട്ടിട്ടുള്ള വണ്ടിയൊന്നും അല്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വരികയാണെങ്കിൽ കണ്ടോ, ഈ ഒരു കണ്ടീഷനാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയെ പറ്റി പറയാനുള്ളത് ഗൈസ്. നമുക്ക് ഗൈസ് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുന്ന ഒരു വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റമൊക്കെ നിങ്ങൾക്കൊന്ന് ഓണായി കേൾപ്പിക്കണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. പിന്നെ ഹോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കണ്ട, അങ്ങനെയുള്ള കണ്ടീഷനാണ്. ഹോണൊക്കെ അത്യാവശ്യം നല്ലതാണ് ഗൈസ്. ഈ മെയിനായിട്ട് ഈ ഒരു വണ്ടി നമ്മൾ എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് വേണം, പിന്തുണ വേണം. അതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു അടിപൊളി ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങളൊക്കെ അത് പങ്കുചേരുക. അപ്പോൾ അതെന്ത് ബിസിനസ്സാണെന്ന് നമുക്ക് പിന്നൊരു വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാം. വഴി നമുക്ക് മനസ്സിലാവും. 1 മന്തിനുള്ളിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇനി എന്തായാലും വണ്ടി ഓടിച്ചു നോക്കാം.